ഇപ്രാവശ്യം അപ്പം 1000 മീൻ തന്നെയാണ് നമ്മൾ ഇടണത്. പൊട്ടുക. അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇത് വീണു ഈ പ്രാവശ്യം പിന്നെ വലിയ മീൻ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെറുതാ കിട്ടിയ കിട്ടോ ഈ പ്രാവശ്യം വലിപ്പുണ്ടല്ലേ. ഇപ്പൊ 2 ഇഞ്ച് മറ്റേ 1.5 ഇഞ്ച് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ 2 ഇഞ്ച് 3 ഇഞ്ച് 3.5 ഇഞ്ച് 4 ഇഞ്ച് വരെ ഉണ്ട് ചിലത്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും മിന്നൂസും കൂടിയിട്ട് റോസ് ആൻഡ് ഫിഷ് ഫാമിലിക്ക് വന്നിക്കണം മരത്താക്കര കേട്ടോ. അവിടേക്ക് മീൻ എടുക്കാൻ വേണ്ടി വന്നിക്കണം. വരാലിനെടുക്കാൻ വന്നപ്പോൾ ഇവിടെ വേറെ ഒരാൾക്ക് നമ്മുടെ ഗിഫ്റ്റ് പിലോപ്പിനെ 10,000 എണ്ണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുപ്പാട് മീൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 2-3 ചേച്ചിമാരും 2-3 ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് നമുക്കൊരു 1000 എണ്ണം വേണം. അപ്പോൾ 1000 മീനെ പിടിക്കാൻ പോയിക്കണം കേട്ടോ. ഈ ടാങ്കിലാണ് നമുക്കുള്ള മീനെ പിടിച്ചു കൊണ്ടിടാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഇതിൽ മീനുകളൊന്നും ഇല്ല. നമുക്കുള്ള 2ാം ട്രിപ്പ് മീൻ എത്തിയിട്ടാ. ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഇതിൽ കൊണ്ടിട്ടു ആ ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ട്രിപ്പ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എണ്ണിയെടുക്കാനുള്ള മീനാണ്. അപ്പോൾ ഇതിൽ 1000 എണ്ണമല്ല കൊണ്ടുവന്നിടാം, ഇതിനും കൂടുതൽ കൊണ്ടുവന്നിടും. പക്ഷേ നമുക്കിതിൽ നിന്നാണ് ഇനി പിടിച്ച് ഇവരെണ്ണ. അങ്ങനെ ആ ടാങ്കിൽ നിന്ന് ഈ 3 ചേച്ചിമാരും കൂടി മീനൊക്കെ അതിൽ നിന്ന് കുറച്ചൊരു ബക്കറ്റിൽ പിടിച്ചിട്ട് 3 പേരും കൂടി ഓരോ കവറുകളിലേക്ക് എണ്ണ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാ. സംഭവം വരെ ഈ എണ്ണണത് വരെ സമ്മതിക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം 10,000 എണ്ണമൊക്കെ ഒരു 1000 എണ്ണം പിന്നെയും കുഴപ്പമില്ല. 10,000 എണ്ണമൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരെണ്ണത്തിനത് പാക്ക് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ എണ്ണീറ്റ്. അപ്പോൾ ഇത് കവർ പാക്ക് ചെയ്ത് അവർ കെട്ടാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ മിന്നൂസ് അത് നോക്കി നിൽക്കുക എന്തൊരു സംഭവം ചെയ്യണമെന്നൊക്കെ. ഗ്യാസ് അടിച്ച് കയറണമൊക്കെ അവർക്ക് ഓക്സിജൻ അടിച്ച് കയറ്റിയിട്ടാണ് ഈ സംഭവം കെട്ടണത്. അപ്പോൾ അവർ മറ്റേ 2 ചേച്ചിമാർ ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, എണ്ണി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേച്ചി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മിന്നൂസ് നോക്കി നിൽക്കുക. അങ്ങനെ നമ്മുടെ കഴിയാറായിട്ട് നമ്മളിപ്പോൾ 8 പാക്കറ്റ് വരുന്നതാണ് ആ ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മീനായ കാരണം തിക്കൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം 250 മീൻ വെച്ചിട്ട് 4 പാക്കറ്റായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം അവർ പാക്കിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പാക്കിംഗ് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ റെഡി ആയിട്ട് കൊണ്ടുപോകാനുള്ള സെറ്റപ്പായിട്ട് അങ്ങനെ 8 പാക്കറ്റ് ആയിട്ടാ. ഇനിയിപ്പോൾ അത് ഒരു പാക്കറ്റ് കൂടി വരും. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും മിന്നൂസിൻ്റെ വരാലിനെ വാങ്ങിയിട്ട് തരികയാണ് കേട്ടോ. കുറച്ച് തീറ്റയും പിന്നെ വരാലും ഒരു 8 പാക്കറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരാൽ 1000 എണ്ണം അവിടെ കൂടുതൽ കയറ്റിയിട്ടില്ല. ഓരോ പാക്കറ്റ് കുറേശ്ശെ കയറ്റിയിട്ടുള്ളൂ. 8 പാക്കറ്റ് ആക്കിയിട്ടില്ല. ഞങ്ങളങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ പോയിട്ട് നമുക്ക് മീനിടണ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാടാ. നമ്മളൊരു 4ാമത്തെ കൊല്ലാണ് ഇപ്പോൾ മീനിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4ാമത്തെ കൊല്ലാണ് 4ാമത്തെ പ്രാവശ്യമൊക്കെ ഇടാൻ പോകുന്നത്. ഈ വീട്ടിൽ പോയിട്ട് നമുക്ക് വരാനില്ല കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിന് കേട്ടോ. അപ്പോൾ നമ്മുടെ മിന്നൂസ് വന്ന വഴിക്ക് തന്നെ കളിക്കാനൊക്കെ പോയി. അപ്പോൾ ഞാൻ ഷാരിസും കൂടിയിട്ടാണ് മീനിടാൻ പോകണം കേട്ടോ. ഇത് നമ്മുടെ അർബാനയിൽ നമ്മൾ 8 പാക്കറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇട്ടാലോ. അതിലാ മറ്റേ ഇതിലാണല്ലോ അല്ലേ. നമുക്ക് മീൻ ഒരു പാക്കറ്റ് പൊട്ടിച്ചിടാം. കല്ലൊക്കെ വെച്ച് സെറ്റാക്കി നമുക്ക് ഇതിനെ ആമയും ആമമുട്ടൊക്കെ കിട്ടിയിട്ടേ അതിനൊക്കെ ആമനൊക്കെ വന്നു.
ആമേനൊക്കെ എടുത്ത് കളഞ്ഞു, മുട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. ഈ വല എന്തായാലും വേറെ ഒന്നും വാങ്ങിയിടണം. ഇപ്പം തൽക്കാലം ഇതും പോവും. നല്ല മഴ വരുന്ന സമയത്ത് നമുക്ക് ജൂണിലൊക്കെ വാങ്ങിയിട്ടാൽ മതി. ചാട്ടങ്ങളുള്ള സമയമാണ് മഴ പെയ്യുന്നത്. ഇനി ആമ കയറിണ്ടോന്നും അറിയില്ല കേട്ടാ. ഇപ്പൊ ആമ കയറി വെള്ളം നോക്കിക്കോ. തെളിഞ്ഞെടുക്കുന്നുണ്ട്. അടിച്ചു കയറി നാളെ നന്നായി തെളിഞ്ഞ് കണ്ടിട്ട് വെള്ളം കാണിച്ചത്. അതേ എന്താ ഈ പ്രാവശ്യം അപ്പോൾ 1000 മീൻ തന്നെയാണ് നമ്മൾ ഇടണത്. ഇതിപ്പോൾ 125 മീനാണെന്നുകൊണ്ട് പറഞ്ഞതിലാക്കിയാണ്. 8 പാക്കറ്റാ. 8 പാക്കറ്റ് ആകുമ്പോൾ 125 മീനാവില്ല. 8 പാക്കറ്റ് ആകുമ്പോൾ 8 പാക്കറ്റ്. ഒക്കെ നമുക്ക് ആദ്യം ഇവിടെ വയ്ക്കാം. നദി അതിക്ക് വീഴണ്ട. കണ്ണാപ്പി ഇറങ്ങണ്ട വല്ലേ. ശരിക്കും ഇത് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇടണം. ഇടാനൊന്നും സമയമില്ല. അത് ഇത് കഴിഞ്ഞിട്ട് വേണം തണ്ണിമത്തൻ്റെ വിത്ത് കുത്തിയില്ല നനയ്ക്കാൻ പോകണമെങ്കിൽ. സമയമില്ല. അത് കഴിഞ്ഞിട്ട് വേണം ചാലൂസിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ. ആശുപത്രിയല്ല, ഫുള്ള് പണിയാണ് കണ്ണാപ്പിക്ക്. ഡോക്ടർ വീട്ടിലേക്ക്. കൊതു എന്നെങ്ങാത്തൊക്കെ കൊതുവാ. അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഇതേ വീണു. അതെയാ ഒരെണ്ണതിൻ്റെ ഉള്ളിൽ വീണു. കരുന്നാവാന്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഇറങ്ങണ വഴിക്ക് പൈക്ക് പോവാമോ? നിരങ്ങി പിടിച്ച് ഞാൻ പിടിക്കണ കൈ എനിക്ക് തന്നെ നിൽക്കാനായിട്ടില്ല. വീണ്ടട്ടാ. അയ്യോ എന്തുട്ടാ പത്രിയോ? ബെസ്റ്റ്, നന്നായി. കണ്ണാപ്പി ഇതേ അതൊക്കെ തട്ടിട്ടു. കണ്ണാപ്പി ഇത് ഇറങ്ങാൻ പോട്ടാ. എന്തോ എന്തെങ്കിലും കൈനേ കവറും മീനും കത്രിക്കും മീനും. ഇത് കവർ അങ്ങോട്ട് പോകണ്ടാട്ടാ, നീന്തണ്ട വരും. ഫസ്റ്റ് മീനിടാൻ പോകണം. അവിടെ നിന്നേ. അതെ കയറി ഇരിക്കാൻ തോന്നാം. വയറ് കാരണം പറ്റുന്നില്ല. മീൻ നമ്മൾ വിടണം കേട്ടോ. അധികം കാണാനൊന്നും പറ്റുന്നില്ല. എന്നാലും പറ്റും. ഈ പ്രാവശ്യം പിന്നെ വലിയ മീനാണോ? കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തിരിച്ച് ചെറുതാ കിട്ടിയ. പക്ഷെ ഈ പ്രാവശ്യം വലിയ മീനെ കിട്ടി. കുറച്ച് ഇത് കവറില്ലല്ലോ. അത് ഇത്തിരി നീക്കിട്ടെ വല കുറച്ച് നീക്കിടാൻ പറ്റുമോ? ആ മതി. മിന്നൂട്ടിട്ട് പറഞ്ഞാ മീനിടാൻ പോവാന്ന്. അവള് എല്ലാ പ്രാവശ്യം കാണാനല്ല, അവള് കളിക്കാൻ പോയി കളിക്കണം. അത് ചെയ്യാൻ പറ്റുന്നോ? കയ്യോണ്ട് ഞാൻ കുറച്ചെടുത്ത് കാണിച്ചു തരാം. അവിടെ ഇരിക്കാൻ പറ്റുമോ നോട്ടെ. അല്ലേ അമ്മേ പരിപ്പ് പിടിക്കാൻ പറ്റില്ലേ? നല്ല രസമുണ്ട്. വെള്ളം തെളിഞ്ഞിറക്കല്ലേ. വെള്ളത്തിൽ ഇറങ്ങായിരുന്നു. ഇങ്ങനെ കാണിച്ചു തരാം. മിന്നുട്ടിന് എന്ത് വെള്ളത്തിൽ ഇറക്കാൻ ഈ പ്രാവശ്യം? മീനുകൾ ഇപ്പൊ ഒന്നിച്ചേ ഇങ്ങനെ ഇട്ട് ഇത് മിക്കട്ടോ. ഈ പ്രാവശ്യം വലിപ്പുണ്ടല്ലേ. ഇതിലൊക്കെ ഇത് വേസ്റ്റായി. അത് തീരിട്ട് കൊടുത്തിട്ടുണ്ട്. വാ
സംഭവം ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് ചിലതൊക്കെ 4 എൻ്റെ കയ്യിലൊന്നും ഒരെണ്ണം എനിക്കൊരെണ്ണം ഉണ്ടായിരുന്നു അന്നൊക്കെ കയ്യിൽ തരുമ്പോൾ ഇത്രയും കൂടി ഉണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ 2.5 ഇഞ്ച് മറ്റേ 1.5 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2.5 ഇഞ്ച് 3 ഇഞ്ച് 3.5 ഇഞ്ച് 4 ഇഞ്ച് വരെ ഉണ്ട് ചിലത്. അതിൽ 6 ഇഞ്ചിൻ്റെ പോണത് ഒരു അയ്യോ ഒരെണ്ണം ചത്തുപോയാ ദൈവം. 6 ചത്തു ഒന്ന് ചത്തുപോയി എന്തുകൊണ്ട് ചത്തു ഗേസ്. ഇതിലുണ്ട് അതിങ്ങനെ തിങ്ങിട്ടേ നമ്മൾ കുറച്ചേരം വെച്ചിട്ട് പിന്നെ അതൊന്ന് നോക്കിക്കോട്ടെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെയും കണ്ടാ പരിക്ക് പറ്റിൻ്റെ രണ്ടെണ്ണത്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇടിച്ചിട്ട് ഓരോ പാണ്ടുള്ളവരെണ്ണം ഉണ്ട്. പുല്ലി കിടക്കും പിന്നെ കാണാം. ഒരെണ്ണല്ലേ ചത്തുള്ളൂ? ഒരെണ്ണല്ലേ ഒരെണ്ണല്ല കണ്ടിട്ടാ ഒരെണ്ണക്ക് എടുക്കണം. 2 ചത്തെന്ന് തോന്നുന്നു. രണ്ടെണ്ണല്ല തോന്നുന്നു. അത് ഇതിലുണ്ടാവും ഇങ്ങനെ കൂട്ടിടിച്ചോന്നല്ല. അതിലൊരെണ്ണം എടുക്കണം. ഒരെണ്ണം മറിഞ്ഞ് കിടക്കണം. വെള്ള കളറാണ്. നല്ല ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഈ ടൈം മാത്രല്ല വെള്ളം കലങ്ങിയിട്ട് കഴിഞ്ഞ് ഇത് കളർ മാറും. കളർ മാറുമ്പോഴാണ് വലിയ മീനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആമ ഉണ്ടായിരുന്നില്ലേ? ആമ എല്ലാത്തിനും തിന്നിട്ട് നമുക്ക് കുറച്ച് മീനെ കിട്ടിയല്ലോ. നമ്മൾ ശ്രദ്ധിച്ചില്ല. വെള്ളപ്പുള്ളു പറ്റിയാൻ പറ്റിയില്ല. പറ്റാൻ വേറെ ഒന്നല്ല, മഴ സമയമായിരുന്നു. അപ്പോൾ ടാർപ്പായി പൊന്തിട്ട് ഫുള്ളും പറ്റിയാൻ പറ്റിയില്ല. പ്രാവശ്യം നമ്മൾ ഫുള്ളും പറ്റിച്ച് വൃത്തിയാക്കിയിട്ടാ. അപ്പോൾ നമ്മുടെ മീനെ 1000 എണ്ണയിൽ ഇട്ടുട്ടാ. 1000 എണ്ണ ഇട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ 2 ഇഞ്ച് 1.5 ഇഞ്ച് ഒന്നുമില്ല കേട്ടോ. അതിൽ 2 ഇഞ്ച് 2.5 3 3.5 4 വരെയുള്ളതുണ്ട്. 4 ഇഞ്ച് വരെയുള്ളതുണ്ട് കേട്ടോ. അടാ കാലിൻ്റെ അവിടെ തന്നെ അടാ ഇവനൊക്കെ 4 ഇഞ്ച് ഒക്കെ ഉണ്ട്. 4 ഇഞ്ച് ഉണ്ട്. ഒരെണ്ണം 2 ചത്തുണ്ട്. അടാ അങ്ങനെയാണ് മീനിടൽ കഴിഞ്ഞു ഈ സീസണിലത്തെ. ഇതിപ്പോൾ 4ാമത്തെ വട്ടമാണ് നമ്മൾ ഇടണം. 3 വട്ടം ബ്രാലി ചെയ്തു. 2 വട്ടം ബ്രാലി ചെയ്തു. 1 വട്ടം നമ്മൾ അനാബസ് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ വട്ടം നമ്മളിത് ഇട്ടുട്ടാ. മീനിട്ടു. ഇവന് വയ്യ. അവൻ ചാവുള്ളതാ. അവിടെ ഒരെണ്ണം വയ്യാണ്ടുണ്ട്. അവൻ്റെ എനർജി പോയി. ഈ തിക്കുമുട്ടായി കിടന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. ആ മുകളിൽ തന്നെ എന്നിട്ട് ഓക്സിജൻ വലിക്കുന്നുണ്ട്. ഇനി തീറ്റ നമ്മൾ നാളെ ഇട്ട് കൊടുക്കണം, നാളെ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പം അവർ കഴിക്കില്ല. അവർ പേടിച്ച് നിൽക്കണം. ഇനി നാളെ മെല്ലെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. പിന്നെ കുറേശ്ശെ വെള്ളം നമുക്ക് കയറ്റി കൊടുക്കും. കുറേശ്ശെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മീനിടൽ കഴിഞ്ഞു ഈ സീസണിലത്തെ. ഇനി അടുത്ത സീസണിലാണ് നമ്മൾ മീനിടുള്ളൂ. ഇനി മീനിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് കാണിച്ചു തരാം. വീഡിയോകൾ നമ്മൾ മുന്നിടാറുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ മീൻ കൃഷിയുടെ
വീഡിയോ ഇനി ഇടാൻ വരണമെന്നൊക്കെ ഇനി ഇടാൻ പോണ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ മീനൊക്കെ ബാക്കി ഇങ്ങനെ ഓടി നടക്കണ കാണാം കേട്ടോ. ചെറിയ മീനുകൾ കണ്ടാ, പുഴുക്കൾ നടക്കണ മാതിരി, പുഴുക്കൾ അഴയണ മാതിരി അഴഞ്ഞ് നടക്കുന്നുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്യണ മാതിരി ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തോളൂട്ടാ. അപ്പോൾ ശരി. അപ്പോൾ ഇനി അടുത്ത കൃഷിയുടെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ തണ്ണിമത്തൻ വിത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നനയ്ക്ക് പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കാൻ വേണ്ടി പൈപ്പൊക്കെ സെറ്റാക്കിയിട്ടുള്ളൂ. അവിടുത്തെ ഒരു കുളത്തിൽ നിന്ന് സെറ്റാക്കിയിട്ട് വേണം നനയ്ക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ നിർത്താണ് ഞങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.